ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ വാട്സപ്പ് ചാറ്റിങ്ങിനിടെ നമ്മളെല്ലാവരും സ്റ്റിക്കേഴ്സ് യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ നമ്മൾ സ്റ്റിക്കേഴ്സ് യൂസ് ചെയ്യുന്ന സമയത്ത് മിക്കവാറും നമ്മൾ ഒരുപക്ഷേ ഏതെങ്കിലും ഫിലിമിലെ ഡയലോഗോ മറ്റോ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ സ്റ്റിക്കേഴ്സായിട്ട് യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ ഞാനിന്ന് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് നമ്മുടെ ഫോൺ ഗ്യാലറിയിലുള്ള ഇമേജുകളെ നമുക്ക് സ്റ്റിക്കറുകളാക്കിയിട്ട് മാറ്റാനായിട്ട് സാധിക്കും. അപ്പോൾ അതിനായിട്ട് എന്താണ് നമ്മൾ ചെയ്യേണ്ടത്, എങ്ങനെയാണെന്നത് സ്റ്റിക്കറാക്കാൻ പറ്റുക എന്നുള്ളതാണ് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഇതിൽ നമ്മുടെ ഫോണിലുള്ള ഏത് ഇമേജും നമുക്ക് സ്റ്റിക്കറുകളായിട്ട് മാറ്റാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് സ്റ്റിക്കർ ഉണ്ടാക്കുന്നതിനായിട്ടുള്ള ആപ്പ് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക. നമ്മുടെ ആപ്പിൻ്റെ പേര് വിമോജി എന്നാണ്. അപ്പോൾ ഇതാണ് ആപ്പിൻ്റെ പേര്. ഞാനിതിൻ്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ, നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പോൾ നമ്മുടെ ആപ്പ് ഇൻസ്റ്റാൾ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ നമുക്ക് നമ്മുടെ സ്വന്തം ഇമോജി സ്റ്റിക്കർ ഉണ്ടാക്കാം. അപ്പോൾ നമ്മൾ ആപ്പ് ഓപ്പൺ ചെയ്യുക. ആപ്പ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് ചെറിയ ഒരു ഇതേപോലെയുള്ളൊരു മെസ്സേജാണ് വരിക. ജസ്റ്റ് നമ്മൾ ഇതിലിങ്ങനെ തൊട്ട് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഇതിൽ സ്റ്റിക്കേഴ്സ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത്, ഇതിൽ നമുക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഈ ഇടതുവശത്ത് കാണുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് സ്റ്റിക്കർ ക്രിയേറ്റ് ചെയ്യാം. ഇത് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള സ്റ്റിക്കേഴ്സൊക്കെ ഇവിടെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്കൊരു സ്റ്റിക്കർ ഉണ്ടാക്കി നോക്കാം. ഒരു മെസ്സേജ് ബോക്സ് ഉണ്ട്, ഇതെല്ലാം നമ്മൾ എലോ ചെയ്യുക. ഫോട്ടോ മീഡിയ ആക്സസ് ആണ്, എലോ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനി നമ്മൾ ഈ ഒരു സ്ക്രീനാണ് വരിക. ഈ ഒരു സ്ക്രീനിൽ നമ്മൾ സ്റ്റിക്കർ ഉണ്ടാക്കുന്നതിനായിട്ട് നമ്മൾ ഈ കാണുന്ന പ്ലസ് സിമ്പിളാണ് പ്രസ് ചെയ്യേണ്ടത്. ഇതിൽ നമ്മൾ ഇമേജ് സെലക്ട് ചെയ്യാൻ വേണ്ടത്. ഇമേജ് സെലക്ട് ചെയ്യാന്ന് പറയുമ്പോൾ നമ്മൾ ഏത് ഫോട്ടോ ഉപയോഗിച്ചാണോ സ്റ്റിക്കർ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു ഫോട്ടോ നമ്മൾ സെലക്ട് ചെയ്യുകയാണ്. നമ്മുടെ ഗാലറിയിലേക്കാണ് വരിക. അപ്പോൾ ഞാനിവിടെ ഒരു ഫോട്ടോ സെലക്ട് ചെയ്യാണ്. അപ്പോൾ ഫോട്ടോ സെലക്ട് ചെയ്തതോടുകൂടി നമുക്ക് അത് എഡിറ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ വരും. ഇവിടെ നമുക്ക് സർക്കിളിലായിട്ട് ക്രോപ്പ് ചെയ്യാം, സ്ക്വയർ ആയിട്ടും ക്രോപ്പ് ചെയ്യാം, അതേപോലെ നമുക്ക് ഇമേജ് കട്ട് ചെയ്തിട്ടും ക്രോപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ ഒരു സർക്കിൾ ക്രോപ്പായിട്ട് ചെയ്യാം. ഇത് നമ്മൾ ഇങ്ങനെ സർക്കിൾ ക്രോപ്പായിട്ട് വരും. അപ്പം നമുക്ക് വേണ്ട ഏരിയ നമുക്ക് ഇതേപോലെ ക്രോപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനൊരു ഡെമോ പർപ്പസിന് വേണ്ടിയിട്ട് ഈ ഇമേജ് ജസ്റ്റ് ഒന്ന് ഇതേപോലെ ക്രോപ്പ് ചെയ്തിട്ടുണ്ട്. ക്രോപ്പ് ചെയ്യാൻ മാത്രമല്ല നമുക്കിവിടെ ഇത് ഫ്ലിപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലിപ്പൊക്കെ ചെയ്യാം. അപ്പോൾ ഈ ഇമേജ് ഇങ്ങനെ സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മളിവിടെ മുകളിൽ കാണാം ക്രോപ്പ് എന്നുള്ള ഓപ്ഷൻ കാണാം, അതിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഇത് സ്റ്റിക്കർ ആയിട്ടില്ല. സ്റ്റിക്കർ ആവുന്നതിനായിട്ട് നമുക്ക് താഴെ കുറച്ച് ഓപ്ഷൻസ് കാണാം. ഈ ഒരു ഓപ്ഷനിൽ നമുക്ക് ഇമോജി സ്റ്റിക്കർ എന്നുള്ള ഓപ്ഷൻ കാണാം. നമ്മളിത് സ്റ്റിക്കറാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിവിടെ സ്റ്റിക്കർ എന്നുള്ള ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇനി അടുത്ത് വരുന്ന വിൻഡോയിൽ നമുക്കിതിൽ അഡീഷണലായിട്ട് കുറച്ച് എഫക്ട്സ് കൊടുക്കാനായിട്ട് സാധിക്കും. നമുക്ക് ഹെയർ സ്റ്റൈലൊക്കെ മാറ്റാം. അതേപോലെ നമുക്ക് എക്സ്ട്രാ ആയിട്ട് കുറേ ഐക്കൺസുകളും കുറേ ഇമോജീസൊക്കെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് അപ്പോൾ ആഡ് വന്നിട്ടുണ്ട്. ആഡ് പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഫീച്ചേഴ്സൊക്കെ ഇതേപോലെ ഫ്രീ ആയിട്ട് കിട്ടും. അപ്പോൾ ഇതേപോലെ നമ്മുടെ നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള അതിലേക്ക് ആ ഒരു എഫക്ട്സ് നമുക്ക് ഇതേപോലെ മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. അടുത്തതായി നമുക്ക് അഡീഷണലായിട്ട് കുറച്ച് എഫക്ട്സ് ഇതിൽ കിട്ടും. ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഹെയർ സ്റ്റൈലൊക്കെ ഇതേപോലെ മാറ്റാനായിട്ട് സാധിക്കും. നമ്മൾ കറക്റ്റ് പോയിട്ട് പ്ലേസ് ചെയ്യുക. അതേപോലെ പ്ലേസ് ചെയ്തതിന് ശേഷം മുകളിൽ നമുക്ക് സേവ് എന്നുള്ള ബട്ടൺ കാണാൻ പറ്റും. അപ്പോൾ നമ്മളതിൽ പോയിട്ട് സേവ് ചെയ്യുക. അപ്പോൾ ഇനിയും നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഒരുപാട് ഓപ്ഷനുകളുണ്ട്. അപ്പോൾ ഞാനിവിടെ ഇമേജ് സേവ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ ഈ സ്റ്റിക്കർ പാക്കിന് നമുക്കൊരു പേര് കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാനിവിടെ എൻ്റെ സ്വന്തം ഫോട്ടോ ആയതുകൊണ്ട് മൈസെൽഫ് എന്ന് കൊടുത്തതാണ്. എന്നിട്ട് നമ്മളിത് സേവ് ചെയ്യുക. സേവ് ചെയ്യുമ്പോൾ ഒരു ചെറിയൊരു ആഡ് വരും. അപ്പോൾ നമുക്ക് ആഡ് ക്ലോസ് ചെയ്യാം. നമുക്ക് മറ്റൊരു മെസ്സേജ് വരുന്നത് ഇതാണ്, വുഡ് യു ലൈക്ക് ടു ആഡ് മൈസെൽഫ് ടു വാട്സപ്പ്. അപ്പോൾ നമ്മളിവിടെ ആഡ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കണം. എങ്കിൽ മാത്രമേ നമ്മൾ വാട്സപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു സ്റ്റിക്കേഴ്സ് കാണാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഈ ഒരു സ്റ്റിക്കർ നമുക്ക് വാട്സപ്പിലൊന്ന് പോയിട്ട് നോക്കാം. അപ്പോൾ ഞാൻ ഇതൊന്ന് ഒരാൾക്ക് ഫോർവേഡ് ചെയ്യുകയാണ്, എൻ്റെ ഒരു സുഹൃത്തിന്. അപ്പോൾ നമുക്ക് സാധാരണ സ്റ്റിക്കേഴ്സൊക്കെ എടുക്കുന്ന പോലെ തന്നെ ഇവിടെ പോയാൽ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. മുകളിൽ ഇവിടെയുണ്ട്. അപ്പോൾ ഇതിൽ പോയിട്ട് സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഞാനിപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ള ഈ സ്റ്റിക്കർ
ഇതേപോലെ കാണാം. അപ്പോൾ ഈ സ്റ്റിക്കർ നമുക്ക് ഒന്ന് സെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ നമുക്ക് സെൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ ഏത് ഫോട്ടോ വെച്ചിട്ടും നമുക്ക് ഇതേപോലെ പല രീതിയിലും എഡിറ്റ് ചെയ്തിട്ട് സെൽഫായിട്ട് സ്റ്റിക്കർ ഉണ്ടാക്കാം. വളരെ അട്രാക്റ്റീവായിട്ടുള്ള രീതിയിൽ നമുക്ക് സ്റ്റിക്കർ ഉണ്ടാക്കിയിട്ട് നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ ഫോർവേഡ് ചെയ്ത് കൊടുക്കാനൊക്കെ സാധിക്കും. അപ്പോൾ ആപ്പ് ഉപയോഗിച്ച് നിങ്ങളും നിങ്ങളുടേതായിട്ടുള്ള സ്റ്റിക്കേഴ്സൊക്കെ ഉണ്ടാക്കിയിട്ട് ട്രൈ ചെയ്യുക. എഡിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കിതിൽ ഡയലോഗ്സും ടെക്സ്റ്റുകളൊക്കെ ആഡ് ചെയ്യാനുള്ള ഓപ്ഷനും ലഭ്യമാണ്. അപ്പോൾ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്നതിനായിട്ട് ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലഭ്യമാണ്. വാട്സപ്പ് സ്റ്റിക്കറുകൾ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, അതോടൊപ്പം ഷെയർ ചെയ്യുക, അതോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. ഇതുപോലെ വിജ്ഞാനപ്രദമായ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ടിൽ ദെൻ സൈനിങ് ഓഫ്.